അങ്ങനെ നമ്മുടെ വി.ഡി. സതീശൻ നമ്മുടെ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്തിരിക്കുകയാണ്. ഇനി കേരളത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ ഒരു രക്ഷയും ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് ബസ്സിൽ യാത്ര ഒരുക്കാൻ അവർ തയ്യാറായതാണ്, അത് നമുക്കറിയാം. അതുപോലെ ആക്സസറീസ്, അതായത് വെഹിക്കിൾ, വാഹനങ്ങൾക്ക് മോഡിഫൈ നിയമം മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവം ആവാത്ത രീതിയിൽ മോഡിഫൈ ചെയ്യാൻ സാക്ഷാൽ വി.ഡി. സതീശൻ തന്നെ, അതായത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇത്രയും കാലം ഒരു ഷിപ്പിംഗ് പ്ലാൻ, അതായത് ഈ വിദേശ രാജ്യങ്ങളിലുള്ള അവിടുന്ന് ഇങ്ങോട്ടുള്ള സാധനങ്ങൾ കടത്താനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഷിപ്പിംഗ് പ്ലാൻ, അതായത് വലിയ കപ്പൽ ഗതാഗതം ഒരുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അതും നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. സാക്ഷാൽ പിണറായി വിജയൻ, അദ്ദേഹം ഇനി പ്രതിപക്ഷ നേതാവായി വരുവോ ഇല്ലയോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നൊരു കാര്യമുണ്ട്, കഴിഞ്ഞ പിണറായി വിജയന്റെ ഭരണകാലത്ത് 18 ദിവസങ്ങൾക്ക് ശേഷമാണ് എന്തായത്, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സാഹചര്യത്തിൽ എത്തിയിട്ടുള്ളത്. അതായത് റിസൾട്ട് അപ്പോഴാണ് വന്നത്, മുഖ്യമന്ത്രി ഈ പറയുന്ന പിണറായി വിജയൻ ആവും എന്നുള്ളത്. അങ്ങനെ അതിന് തൊട്ട് മുന്നത്തുള്ള ഒരു ചാർട്ട് ഞാൻ ഇതിന്റെ അടിയിൽ കൊടുക്കാം, നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വായിച്ച് പറയണേക്കാട്ടും നല്ലത് നിങ്ങളൊന്നും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പം ഇതൊക്കെ വെറുതെ ഒരു പ്രഹസനമാണ്. തോറ്റ് തുന്നം പാടിയതിന്റെ ഒരു സങ്കടം തീർത്തത് എവിടെ നിങ്ങളെ മുഖ്യമന്ത്രി എന്നൊക്കെ ചോദിച്ചു തമ്മിൽ ആര് മുഖ്യമന്ത്രി ആവും എന്നുള്ള ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സമയമായിട്ട് 4-ാം തീയതിയാണ് റിസൾട്ട് വന്നിട്ടുള്ളത്. ഇന്നിപ്പോ 10ാമത്തെ ദിവസം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ സമയമെടുത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഈ മുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയതുകൊണ്ടാണ് കൂടുതലായിട്ട് വീഡിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ പ്രത്യേകം നോക്കിക്കൊള്ളുക. അതിന്റെ മുന്നൊക്കെ അടിയിൽ കാണിക്കുന്നുണ്ട്, അതിന്റെ മുന്നൊക്കെ 18ഉം 20ഉം ഒക്കെ ദിവസങ്ങൾ, ഒരുപാട് നീണ്ടുപോയ ദിവസങ്ങളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇലക്ഷന് പിണറായി വിജയൻ കയറിയിട്ടുള്ളത് 18 ദിവസത്തിന് ശേഷമാണ്. പിണറായി വിജയൻ വേണമെങ്കിൽ കോവിഡ് എന്നൊക്കെ വെറുതെ വേണമെങ്കിൽ പറയാം, കോവിഡ് അതൊന്നും വലിയ ബാധിച്ച സംഭവം ഒന്നല്ല, അതിലൊന്നും ഒരു കാര്യമില്ല. അതിന്റെ തൊട്ട് മുന്നത്തെ പ്രാവശ്യം പിണറായി വിജയൻ എത്ര ദിവസം എടുത്തിട്ടുണ്ട്. അപ്പൊ 10 ദിവസം കൊണ്ട് മുഖ്യമന്ത്രി ആയതുള്ളത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള വി.ഡി. സതീശൻ. അഭിവാദ്യങ്ങൾ നേതാവേ.